ചെമ്മീൻ ഇട്ടിട്ടുള്ള തേങ്ങാച്ചോറാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ വെച്ചിട്ട് ഒരു തേങ്ങാച്ചോറാണ്. ഇത് നമ്മുടെ നാടൻ ചെമ്മീൻ ഞാൻ നന്നാക്കി കഴുകിയെടുത്തതാണ്. അപ്പോൾ ഇത് വേണം. പിന്നെ നമ്മുടെ അരി, പുഴുങ്ങലരി, പിന്നെ ഉള്ളി, തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ തേങ്ങ, പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. അപ്പോൾ ഈ തേങ്ങ 1 കിലോ അരിക്ക് 1 തേങ്ങ, ഇങ്ങനെയാണ് വേണ്ടത്. അപ്പം നമുക്ക് ഈ തേങ്ങ ഫസ്റ്റ് തേങ്ങയും മല്ലിയും പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്ന് അരച്ചിട്ടെടുക്കുക. ഈ ചെമ്മീനിൽ കുറച്ച് മഞ്ഞളും മുളകിട്ട് ഒന്ന് ജസ്റ്റ് പെരക്കിയെടുക്കണം. ഇത് കണ്ടോ, ഇതേപോലെ തേങ്ങ അരച്ച് എടുക്കുക. നമുക്കിത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. തേങ്ങാച്ചോറ് വെക്കാൻ വേണ്ടി ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ ഉരുളി പോലത്ത ചട്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. എണ്ണ ഒഴിക്കുന്നതിന് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാട്ട കുറച്ച് മതി. ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ ബിരിയാണീൻ്റെ അത്ര വേണ്ട തേങ്ങാച്ചോറിന്. ഈ ചെമ്മീൻ തേങ്ങാച്ചോറാകുമ്പോൾ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട. കല്ലുമ്മക്കായും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും വാടി വന്നിട്ടുണ്ട്. അപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് കുറച്ച് ചതച്ചിട്ട് കൊടുക്കുക. ചതച്ചിട്ട് വഴറ്റി കൊടുക്കുക നല്ലോണം. അതിൻ്റെ നമുക്ക് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. ക്യാരറ്റ് മുറിച്ചെടുത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ചെമ്മീൻ മുളകും മഞ്ഞളും ഉപ്പും കൂടി കരക്കി ഇതിലിട്ട് കൊടുക്കാം. ഇതിൽ നല്ലോണം വഴറ്റി കൊടുക്കാം. നല്ലോണം കിടന്നൊന്ന് ആവട്ടെ. കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ചെമ്മീനിൽ നോക്കിയിട്ട് ഉപ്പിടാം. അപ്പോൾ ഈ ചെമ്മീൻ ഇതിൽ കിടന്ന് ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരപ്പ്, അതായത് തേങ്ങയും മുളകും മഞ്ഞളും മല്ലിയും കൂടി അരച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്നും ഇടാണ്ടുള്ള ഒരു തേങ്ങാച്ചോറ് ഞാനിതിൻ്റെ കൊണ്ട് ആക്കിയാണ്. ഇത് ചെമ്മീനിട്ടിട്ടുള്ള തേങ്ങാച്ചോറ് എന്താ പറയുക, വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ അത് മതി. അപ്പോൾ ഇതിന് കണക്കായ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ അരപ്പിലേക്ക്, അതായത് നമ്മൾ വേവുള്ള അരിയാണെങ്കിൽ 1 കിലോ അരിക്ക് 4, അങ്ങനെ പറഞ്ഞാൽ അറിയില്ല അല്ലേ, 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അങ്ങനത്തെ രീതിയിൽ ഒഴിക്കണം. പിന്നെ റേഷൻ അരിയാണെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് കുറച്ചിട്ട് ഒഴിക്കാം. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി ഇതിലിട്ട് കൊടുക്കാം. അരി ഇട്ട് 2 പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുക്കുക. ബാക്കി അരിയും കൂടി ഞാനിട്ടെ. അപ്പം ഞാൻ അരി ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത് നല്ല വേവുണ്ടാവും. എന്താണെന്ന് എൻ്റെ ജയ അരിയാണ്. റേഷൻ അരിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് കുറച്ച് വേവുണ്ടാവും. അപ്പോൾ നിങ്ങൾ കുക്കറിൽ വെക്കുന്നതാണെങ്കിൽ
നമ്മൾ നെയ്ച്ചോറിന് വെക്കുന്നതിനേയും കാട്ടി വെള്ളം വെക്കണം. കുക്കറിൽ വെച്ചാലും നല്ലതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് 2 കരിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ അരി ഇട്ടിട്ടിത് നല്ലവണ്ണം തിളക്കുന്നുണ്ട്. നല്ല വേവുണ്ടായതുകൊണ്ട് കുറച്ച് സമയം പിടിച്ച് ഇതാവണമെങ്കിൽ. ഇതേണ്ട നല്ലോണം തിളക്കുന്നുണ്ട്. ചെമ്മീൻ്റെ ടേസ്റ്റ് ഇപ്പോൾ ഈ അരിയിലേക്ക് പിടിക്കും. ഇപ്പോൾ വേറെ ഒരു കറി ഇതിന് വേണ്ട. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. കുറച്ച് വെള്ളം വറ്റുമ്പോൾ നമുക്ക് തീ വലിച്ചു കൊടുക്കണം. ഒരു 3/4 വേവാകുമ്പോൾ. അപ്പോൾ നമ്മുടെ ചോറ് വെള്ളം 3/4 വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തീ ഒന്ന് തണിച്ചു കൊടുക്കാം. എന്നിട്ട് കണലിൽ കടന്നിട്ട് ബാക്കിയാകും മൂടി വെച്ച് കൊടുക്കുക. ഇതാ ഈ പാകമാകുമ്പോൾ ഇതാ ഇത്ര വെള്ളമിടപ്പോൾ. അപ്പം നമ്മുടെ ചെമ്മീൻ ചോറ് തേങ്ങാച്ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ തീയൊക്കെ വലിച്ച് കണലിൽ കടന്നിട്ടാണ് ആയത്. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം മറിച്ചിട്ട് കൊടുത്താൽ ഇത് പാകത്തിനുള്ള വേവാകും. അപ്പോൾ ഇത് നമുക്ക് വാങ്ങി വെക്കാം. ഇതുണ്ടാ നല്ലോണം വെന്ത് വെള്ളമൊക്കെ ഇതായിട്ടുണ്ട്. എൻ്റെ ചെമ്മീനിട്ട ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിന് വേറെ കറികളൊന്നും വേണ്ട. കറികളൊന്നും ഇല്ലാണ്ടിത് കഴിക്കാം. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നമുക്ക് കുക്കറിൽ ആക്കാം. കുക്കറിൽ കുറച്ച് വെള്ളം കുറച്ച് വെച്ചാൽ മതി.